അത്രയും കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. നിരന്തരം നമ്മളോട് ഇപ്പൊ ഒരു ലൈവിലൊക്കെ വന്ന് ചോദിച്ചോണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ലൈവിൽ ചോദിക്കുന്നതാണ്. ഈവൻ ചില സമയത്ത് അതിൽ കൂടുതൽ എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലമൊക്കെ 10th അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ അപ്പൊ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാം ആവാനാവുമ്പോ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരിക്കുക 9ാം ക്ലാസ്സിലെ മക്കൾക്കായിരിക്കും അല്ലെ? കാരണം എന്താ വെച്ചാൽ അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെ. കുറെ പഠിക്കാനുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ചാപ്റ്റേഴ്സ് കൂടി ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കാനുള്ളത്. അത്രയും കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. യെസ്. അപ്പൊ എന്തായാലും അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഏത് വരെ പഠിക്കണം, എത്ര വരെയാണ് ക്രിസ്മസ് എക്സാമിനുള്ളത്, ബയോളജി ഇപ്പൊ എത്ര വരെ പഠിക്കാൻ എന്നുള്ള സംശയങ്ങളൊക്കെ നിരന്തരം നമ്മളോട് ഇപ്പൊ ഒരു ലൈവിലൊക്കെ വന്ന് ചോദിക്കുന്നതാണ്. എപ്പോഴും ലൈവിൽ ചോദിക്കുന്നതാണ് മിസ് ഏത് വരെ ക്രിസ്മസ് എക്സാമിന് ഏത് വരെയാണെന്നുള്ള. അപ്പൊ ആ കാര്യം പറയാനാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത്. നമുക്ക് സന്തോഷ വാർത്ത പറയാം. അതെ. അപ്പൊ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് യൂഷ്വലി നമുക്ക് എപ്പോഴും എക്സാമിന് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് ഇല്ലാതിരിക്കുക. പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു പകുതി വരെ നിങ്ങൾക്ക് പഠിക്കേണ്ടു. ആ ചാപ്റ്റർ, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇല്ല. ആ ചാപ്റ്ററിന്റെ പകുതി വരെ മാത്രമേ എക്സാമിന് ഉണ്ടാവൂ. ബാക്കി പകുതിയും അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനായിരിക്കും. അതെ. അപ്പം 2 രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. ഒന്ന്, ഈ 2 ചാപ്റ്റേഴ്സ് അവസാനം വരുന്ന 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ലാസ്റ്റത്തെ ചാപ്റ്റർ ഒഴികെ ബാക്കി കംപ്ലീറ്റ് പഠിക്കണം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ. പക്ഷെ ഇവര് 2 പേരും അറിഞ്ഞിരിക്കാൻ പറയാണ്, അവസാനത്തെ ചാപ്റ്റർ ഇല്ല, അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അതിന്റെ തൊട്ട് മുന്നിലത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെ, പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പകുതി മാത്രം. പകുതി എന്ന് പറയുമ്പോൾ വളർച്ച അഥവാ സൈഗോട്ടിന്റെ ഗ്രോത്ത് വരെ ആയിരിക്കും പഠിക്കാനുണ്ടാവുന്നത്. ആൻഡ് അതിന്റെ തൊട്ട് മുന്നിലുള്ള ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കണം. അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു? ഒന്ന് നമ്മൾ ഫസ്റ്റ് ടേമിലുള്ള ചാപ്റ്റേഴ്സ്, അത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ ഏത് എടുത്ത് നോക്കിക്കോളൂ. ആ പരീക്ഷയ്ക്ക് ഉണ്ടായ ചാപ്റ്റേഴ്സിൽ നിന്ന് 1, 2, 3 ചോദ്യങ്ങളെങ്കിലും. ഈവൻ ചില സമയത്ത് അതിൽ കൂടുതൽ എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലമൊക്കെ 10th അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ടേമിലുള്ള ഭാഗങ്ങൾ അതേപോലെ പഠിക്കണം. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അഥവാ ശ്വസനവും വിസർജനവും എന്ന് പറയുന്ന ചാപ്റ്റർ, പിന്നെ ബിഹൈൻഡ് മൂവ്മെന്റ്സ് അല്ലെ, അതായത് ചലനത്തിന് പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ 2 ചാപ്റ്റേഴ്സ് ഫുൾ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പൊ ഒരൊറ്റ എക്സെപ്ഷൻ വരുന്നത്, നിങ്ങൾക്ക് കുറച്ച് അയവ് കിട്ടുന്നത് എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെ, പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാത്രമാണ്. പറഞ്ഞത് വരെ മാത്രം പഠിച്ചാൽ മതി. ഇനി എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും മക്കളാരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏകൻ കൂടെ ഉണ്ടല്ലോ, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് എക്സാമിന് പോവാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ആക്കി നിന്നിട്ട് ഇതാ ഞങ്ങൾ ഇവിടുന്ന് വിടും. ഞങ്ങൾ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ എക്സാമിന് പറഞ്ഞു വിടുള്ളൂ. അപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ ഒക്കെ വേണ്ട. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അറ്റൻഡ് ചെയ്യാം, നിരന്തരം എന്നുള്ളതാണ്. ബയോളജിക്ക് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ലൈവ് അറ്റൻഡ് ചെയ്യുക. ഞങ്ങൾ എന്തായാലും എക്സാമിനോടനുബന്ധിച്ച് മാരത്തോൺ വിത്ത് ഓൾ PYQs അല്ലെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ 9 പ്രത്യേകിച്ച് നിങ്ങൾക്ക് PYQല് കുറെ ഭാഗങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ അതിന്റെ പോലും ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ ആ ടെൻഷൻ ഒന്നും വേണ്ടേ വേണ്ട. അതായത് 9ാം ക്ലാസ്സിൽ എങ്ങനെയാ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് ഈ ചാപ്റ്റേഴ്സില് കുറച്ച് കണ്ടന്റിന് വ്യത്യാസം എന്നല്ലാതെ ശരിക്കും നമ്മളെ പണ്ടുണ്ടായത് എന്താണോ സിലബസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടാവാതിരുന്നത്. അപ്പൊ ആ ഭാഗത്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അത് കൂടാതെ നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങളില്ലാത്ത ചാപ്റ്റേഴ്സിന്റെ PYQ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്കി ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും ആ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും പേടിക്കേണ്ട, ഏകനുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. എന്തായാലും ഒരു ടെൻഷനും വേണ്ട. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ചാപ്റ്റേഴ്സ് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതാണല്ലോ അല്ലെ, അപ്പൊ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നീ ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. എന്നാലേ ഞങ്ങളുടെ ലൈവിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യസമയത്ത് നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാം ഷോർട്സും എല്ലാ സംഭവവും നിങ്ങൾക്ക് അപ്ഡേറ്റ്, നിങ്ങൾക്ക് ആ സംഭവങ്ങൾ അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെന്നത് സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം അല്ലേ? തീർച്ചയായിട്ടും വരും, വന്നിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.